നമസ്തേ. പല കുടുംബങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും തലമുറകളോളം ആവർത്തിച്ചു വരുന്നതായിട്ടുള്ള ചില തെറ്റുകൾ, ചില ബേഡൻസ് അല്ലെങ്കിൽ ചില ഭാരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് 3 തലമുറയോ 4 തലമുറയോ 5 തലമുറയോ അല്ലെങ്കിൽ എത്ര ബാക്കിലേക്ക് ട്രേസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഏതോ മുൻ തലമുറകളിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ. അത് ചിലപ്പം ഏതെങ്കിലും രീതിയിലുള്ള സ്വഭാവങ്ങളായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു അമ്മയ്ക്ക് പെൺമക്കളോട് മാത്രമാണ് ഇഷ്ടം, ആൺമക്കളെ താല്പര്യമില്ല, അവരുടെ ഭാര്യമാരോട് ദേഷ്യമാണ്. അല്ലെങ്കിൽ വേറെ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ചില കുടുംബങ്ങളിൽ ചിലപ്പോൾ മരണങ്ങൾ ഉണ്ടാകുന്നതായിരിക്കാം. അതായത് ഒരു പ്രത്യേക വയസ്സ് അല്ലെങ്കിൽ കാലഘട്ടം എത്തുന്ന സമയത്ത് ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഗൃഹനാഥൻ മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഒരച്ഛൻ്റെ മക്കളൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു. ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം, DNA ബേസിലും അല്ലെങ്കിൽ മറ്റ് ചില എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലൊക്കെ. ആ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ മാത്രമല്ല, ഇതിനപ്പുറത്തേക്കുള്ള പല രീതിയിലുള്ള ഉദാഹരണങ്ങൾ, ഈ പറയുന്ന ശാരീരികമായിട്ടും സൈക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സിനെ മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്, ഇപ്പോൾ ഒരു ജനറേഷനിൽ കിട്ടിയതായിട്ടുള്ള ഒരു സ്വത്ത്, ആ സ്വത്ത് കയ്യിൽ വെക്കുന്ന ആരും ഗതി പിടിക്കുന്നില്ല, നശിച്ചു പോവുകയാണ്, അവർ ദാരിദ്ര്യത്തിലേക്ക് പോവുകയാണ്. ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ലാൻഡ് ആയിരിക്കാം, അവിടെ നിൽക്കുന്നവർക്ക് പിന്നീട് അങ്ങോട്ട് വളർച്ച ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ആളുകൾ എന്താണ് പറയുക? നമ്മൾ സാധാരണ നാട്ടിൻപുറത്തൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാക്ക്, നാട്ടിൻപുറത്ത് മാത്രമല്ല, ഈ ധ്യാന ഗുരുക്കന്മാരൊക്കെ പറയുന്നതായിട്ടുള്ളൊരു വാക്കെന്ന് പറയുന്നത് ശാപം എന്നുള്ളതാണ്. ശാപം കിട്ടിയതായിട്ടുള്ള തലമുറ, ശാപം കിട്ടിയതായിട്ടുള്ള സ്വഭാവം, ശാപം കിട്ടിയതായിട്ടുള്ള സ്വത്ത്, ഇങ്ങനെ വരുന്ന സമയത്ത് തലമുറകളായിട്ട് ഈ ഒരു ശാപം ഇങ്ങനെ പിന്തുടരുന്നത് പോലെ സാധാരണക്കാർ നോക്കുന്ന സമയത്ത് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ശാപം എന്ന് പറയുന്ന കാര്യത്തിനെ ആദ്യം ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട്. പല ആളുകൾ പറയുന്നുണ്ട്, ഇങ്ങനെ മനസ്സിൽ നമ്മൾ ശപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഏക്കും, അല്ലെങ്കിൽ പ്രാഗി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കും, മറ്റുള്ളവർക്ക് മോശം വരണമെന്ന് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് മോശം വരും, ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കൂടോത്രം എന്നൊക്കെ പറയുന്ന സംഗതിയായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഇവിടെ എന്താണ്, പണ്ട് നമ്മളൊരു ചൊല്ല് കേട്ടിട്ടുണ്ട്, കാക്ക പ്രാഗിയാൽ പോത്ത് ചാകില്ല എന്നുള്ളത്. ഒരു ചെറിയ പക്ഷിയാണ് കാക്ക, പോത്താകട്ടെ അതിനേക്കാൾ എത്രയോ വലിയ ആരോഗ്യമുള്ള ഒരു ജീവി. അപ്പോൾ ഈ കാക്കയുടെ പ്രാക്കൊന്നും പോത്തിന് ഏക്കുകയില്ല എന്നാണ് ഈ പഴമക്കാർ പറയുന്നത്. ഇവിടെ നമ്മൾ ആ ഒരു കാര്യം കൺസിഡർ ചെയ്യണം. അതായത് നമുക്ക് ചിലപ്പോൾ താൽക്കാലികമായിട്ട് ചില വ്യക്തികളോടോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിയോടോ ഒക്കെ ചിലപ്പോൾ ദേഷ്യമുണ്ടാകാം, വിഷമമുണ്ടാകാം, കോപമുണ്ടാകാം, കുറ്റബോധം ഉണ്ടാകാം. അപ്പോൾ ആ സമയത്ത് നമ്മളങ്ങ് പ്രാഗി അങ്ങ് ശപിച്ചു വിട്ടു, അത് ഏക്കുവോ? യഥാർത്ഥത്തിൽ അവിടെയുള്ള കാര്യം എന്ന് പറയുന്നത് ഈ കർമ്മ ബാലൻസിങ് ആണ്. നമ്മുടെ കർമ്മം, അവരുടെ കർമ്മം, നമുക്ക് എന്തുകൊണ്ട് ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ശപിക്കുന്നതിൻ്റെ കാര്യകാരണങ്ങൾ രണ്ടുപേരുടെയും ഭാഗത്തുണ്ടാകുന്നതായിട്ടുള്ള കർമ്മത്തിൻ്റെ തുലനം ചെയ്യലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ശാപം ഏക്കുകയും ഏക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഭൂരിഭാഗം സമയങ്ങളിലും നമ്മൾ എന്തെങ്കിലും അബദ്ധത്തിൽ പോയി ചാടി, നമ്മൾ അബദ്ധത്തിൽ ചാടാൻ കാരണമായിട്ടുള്ള വ്യക്തിയെ നമ്മൾ പ്രാഗി ശപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നമ്മളിലേക്ക് തന്നെയായിരിക്കും തിരിച്ചു വരുന്നത്. കാരണം നമ്മളാണ് അബദ്ധത്തിൽ പോയി ചാടിയത്, പണിയെല്ലാം ഒപ്പിച്ചു വെച്ചത് മറ്റേ വ്യക്തിയാണ്, എങ്കിൽ തന്നെയും നമ്മളാണ് അതിൽ പോയി ചാടിയത്. ഇറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ചോയ്സ്, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമാണ് നമ്മൾ അനുഭവിച്ചത്. ദെൻ നമുക്ക് എങ്ങനെ മറ്റൊരാളെ ശപിക്കാനായിട്ട് സാധിക്കും? ഈ ശാപമുണ്ട്, ഇങ്ങനെയുള്ള ശാപമുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ തലമുറകളായിട്ടുള്ള ശാപമുണ്ട്. അപ്പോൾ ഇത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാലൻസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ തലമുറകളിൽ കൂടെ കടന്നു വരുന്നതായിട്ടുള്ള കർമ്മം എപ്പോഴാണ് തകർക്കപ്പെടുന്നത്? അത് ചില വ്യക്തികൾ ജനനം കൊള്ളുന്ന സമയത്താണ് അത് തകർക്കപ്പെടുന്നത്. ആരാണ് ആ കാർമിക് ബ്രേക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ജനറേഷണൽ കർമ്മയെ തകർക്കുന്ന ആ ജന്മം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയുടെ ജനനത്തിന് ശേഷം, അയാളുടെ മരണത്തിന് ശേഷവും പിന്നീട് അതുവരെ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു നാട്ടിലുണ്ടായിരുന്ന ആ പ്രശ്നം അവിടെ തീരുകയാണ്. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ പണ്ട് തൊട്ടേ പല ജന്മങ്ങളിൽ പല മനുഷ്യരിലൂടെ കടന്നു വന്നതായിട്ടുള്ള ഈ കർമ്മമാകുന്ന ഈ പുഴ അല്ലെങ്കിൽ ഈ കർമ്മമാകുന്ന ഈ ഒഴുക്കിനെ ആരാണ് അവിടെ തടയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ശാപത്തിൻ്റെ ഒഴുക്കിനെ ആരാണ് നിർത്തലാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന വ്യക്തികളിൽ അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കാം, ഞാനായിരിക്കാം, നമ്മൾ അറിയുന്ന മറ്റേതെങ്കിലും വ്യക്തിയായിരിക്കാം. ആൻഡ്
എങ്ങനെ നമുക്കത് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കും? ആർ യു എ ജനറേഷണൽ കർമ്മ ബ്രേക്കർ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ കർമ്മം എന്ന് പറയുന്നത്, പല ആളുകളും ഈ കർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ അവർ ചെയ്യുന്നത് നല്ല കർമ്മമാണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സൽക്കർമ്മമാണോ, സജ്ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സജ്ജനങ്ങളാലാണോ അംഗീകാരം കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അപ്പോൾ വെറുതെ കർമ്മം ചെയ്തിട്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കർമ്മം ഏത് ചെയ്യണമെന്ന് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വന്നേക്കാം. ഏത് കർമ്മം ഞാൻ ചെയ്യുമെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നേക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ആ ശരിയായ കർമ്മം തിരഞ്ഞെടുക്കാനായിട്ട് എന്നെ സഹായിക്കുന്നത് എന്ത്? മുൻപ് ചില വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കീ എന്താണെന്ന് ഞാനിവിടെ വെളിപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, ധർമ്മമാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മമാണ് ശരിയായിട്ടുള്ള കർമ്മം എന്നുള്ളത് അടിവരയിട്ട് മനസ്സിൽ സൂക്ഷിക്കുക. എന്താണ് നിങ്ങളുടെ ധർമ്മം? ധർമ്മത്തിനനുസരിച്ചിട്ടാണോ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? ആ ധർമ്മത്തിനെ സംരക്ഷിക്കാനായിട്ട്, നിലനിർത്താനായിട്ടാണ് നിങ്ങൾ കർമ്മം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കർമ്മം ശരിയായിട്ടുള്ള കർമ്മം തന്നെയായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെപ്പോലെയുള്ള കർമ്മ ബ്രേക്കേഴ്സിന്റെ സമയമാകുന്ന സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ കുടുംബത്തിലെ ആ ഒരു പാറ്റേൺ അവിടെ തകർന്നു തുടങ്ങുകയാണ്. വർഷങ്ങളായിട്ട് ആവർത്തിച്ചു വരുന്ന വേദന, ദാരിദ്ര്യം, വിഷമുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കാരണം തകരുകയാണ്. ദാരിദ്ര്യം തകരുന്നത് ചിലപ്പം അതുവരെ ഉണ്ടായിരുന്ന സ്വത്തിന് ലഭിച്ച ഒരു ശാപം തകരുന്നതിലൂടെയായിരിക്കും. ഇനിഷ്യലി ചിലപ്പോൾ ലോസുകൾ ഉണ്ടാകുമായിരിക്കും, പക്ഷെ പിന്നീട് അതിശക്തമായിട്ടുള്ള വളർച്ച നിങ്ങൾക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി എന്താണ് ഞാൻ ഈ വിഷമുള്ള ബന്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറയാം. പല സമയത്തും ചില വ്യക്തികൾ കൂട്ടുചേരും, വിഷമയമായിട്ടുള്ള കൂട്ടുചേരലുകൾ. വേറൊരു വ്യക്തിയെ തകർക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ധർമ്മത്തിനെ തകർക്കണം, ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ജയിക്കണം, ഞങ്ങളുടേതായിട്ടുള്ള ഈഗോ മാത്രം ജയിക്കണം എന്നൊക്കെയുള്ള ചിന്താഗതികൾ കൊണ്ട് ഒത്തുചേരുന്നതായിട്ടുള്ള വ്യക്തികൾ. അതുപോലെ തന്നെ ചില സ്നേഹബന്ധങ്ങളുണ്ട്. അതായത് മുൻ ജന്മവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളോട് ഓവർ അറ്റാച്ച്ഡ് ആയിരുന്ന ഒരു ഡിപ്പെൻഡന്റ് സോൾ ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജന്മത്തിൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ടോ, ഒരു കാമുകനായിട്ടോ, കാമുകിയായിട്ടോ, ഭാര്യയായിട്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലും വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം അവർ ഈ ജന്മത്തിൽ അവരുടെയും നിങ്ങളുടെയും ഈ പ്രസന്റ് ലൈഫിൽ വേർപിരിയുകയാണ്. മുൻ ജന്മങ്ങളിലെ കർമ്മം, അമിതമായിട്ടുള്ള ഡിപ്പെൻഡൻസി, അത് ഈ ബന്ധത്തിൽ വേർപിരിഞ്ഞ് ഇല്ലാതെയാവുകയാണ്. അപ്പൊ ഇവിടെയും ഒരു കാർമിക് ബ്രേക്ക് നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ പറഞ്ഞതായിട്ടുള്ള ബന്ധങ്ങളുടെ കാര്യത്തിലും, നേരത്തെ പറഞ്ഞതുപോലെ വിഷലിപ്തമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ സ്വഭാവ ദൂഷ്യങ്ങൾ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഒരച്ഛന് അദ്ദേഹത്തിന്റെ മൂത്ത മകനോട് മാത്രമേ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ ഒരമ്മയ്ക്ക് അവരുടെ പെൺമക്കളോട് മാത്രമേ താല്പര്യമുള്ളൂ, അല്ലെങ്കിൽ ആൺമക്കളോട് മാത്രമേ താല്പര്യമുള്ളൂ. ഈ സ്വഭാവങ്ങൾ പല തലമുറകളിൽ നമുക്ക് ചിലപ്പോൾ കാണുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അമ്മ, കാരണം ആ അമ്മ അങ്ങനെ ആകാൻ കാരണം അവരുടെ അമ്മയും അങ്ങനെയായിരിക്കും. ആ ഒരു അച്ഛൻ അങ്ങനെ ആകാൻ കാരണം ഒരുപക്ഷെ അവരുടെ അച്ഛനും അതിൻ്റെ മുൻ തലമുറയിലുള്ള അച്ഛന്മാരും ഒക്കെ അങ്ങനെയായിരിക്കും. ആ വീട്ടിലെ സ്ത്രീകളും ഇത്തരത്തിലുള്ള ബന്ധത്തിന് സപ്പോർട്ടായിരിക്കും. മറ്റു പുരുഷന്മാരും അത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷേ കാർമിക് ബ്രേക്കറായിട്ടുള്ള വ്യക്തികൾ ഇവർക്ക് മക്കളായിട്ടോ, അല്ലെങ്കിൽ ഭാര്യയായിട്ടോ, ഭർത്താവായിട്ടോ ഒക്കെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന സമയത്ത് അവരുടെ ഇത്തരത്തിലുള്ള ട്രോമാറ്റിക് ആയിട്ടുള്ള ജനറേഷണൽ കർമ്മ അവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ കർമ്മം തുടർന്നുകൊണ്ടേയിരുന്നേനെ നിങ്ങളെപ്പോലുള്ളൊരു വ്യക്തി അവരുടെ ഇടയിൽ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് അവരുടെ സംഘത്തിൽ നിന്ന്, അവരുടെ കൂട്ടത്തിൽ നിന്ന്, അവരുടെ കുടുംബത്തിൽ നിന്ന് തന്നെ റെസിസ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ഈ വ്യക്തികൾ തെറ്റിദ്ധരിക്കപ്പെടും എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അവർ വ്യത്യസ്തനായിട്ടുള്ള വ്യക്തിയാണ്, വേറെ സ്വഭാവമാണ്, വേറെ രീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബുള്ളി ചെയ്യുന്നു, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്നു, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൂട്ടത്തോടെ ആക്രമണത്തെ, മനഃശാസ്ത്രപരമായിട്ടുള്ള ആക്രമണമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ളതായിരിക്കാം, അതിനെ നേരിടേണ്ടതായിട്ട് വരുന്നു. പല രീതിയിലുള്ള ആരോപണങ്ങളും വ്യക്തിഹത്യകളും ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമാണ്. ആൻഡ് അതാണ് അടുത്തതായിട്ട് ഒരു കാർമിക് ബ്രേക്കർ അനുഭവിക്കുന്നതായിട്ടുള്ള ലക്ഷണം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തലമുറകളായിട്ട് വന്നിട്ടുള്ള ഈ കർമ്മം എന്ന് പറയുന്നത് തകർക്കപ്പെടുക എന്നുള്ളത് കുടുംബത്തിനെ തന്നെ ചലഞ്ച് ചെയ്തുകൊണ്ടാണ് എന്നുള്ളതാണ്.
ഈ ഒറ്റപ്പെടുന്ന വ്യക്തികളാണ് ആ കാർമിക് ബ്രേക്കർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട്, ചെറുപ്പം മുതലേ തന്നെ ഇമോഷണൽ ബേർഡൻ വളരെയധികം കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള കർമ്മ തകർക്കാനായിട്ട് ജനിച്ചതായിട്ടുള്ള ജന്മങ്ങൾക്ക്. കാരണം ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതുവരെ ഉണ്ടായിരുന്ന സകല ആ തലമുറകളുടെ കർമ്മത്തിന്റെ ഭാരവും അതിൻ്റെ ഇമോഷൻ, അതിൻ്റെ വികാരമൊക്കെ ഈ വ്യക്തികളിൽ അവരുടെ തലയിലുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അവരാണ് ഇത് അവിടെ അവസാനിപ്പിക്കാനായിട്ട് പോകുന്നത്. അവർക്ക് ശേഷം വരുന്നതായിട്ടുള്ള തലമുറ പുതിയതായിട്ടുള്ള മാനങ്ങളിലേക്ക് വളരുവാൻ അല്ലെങ്കിൽ പുതിയ തുടക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന അല്ലെങ്കിൽ അത് നടത്തുന്ന വ്യക്തികളായിരിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വേദനകൾക്കപ്പുറത്തേക്ക് മറ്റുള്ള വ്യക്തികളുടെയും ഇമോഷനെ ബാലൻസ് ചെയ്യുകയും ചുമക്കുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ധർമ്മത്തെ സംരക്ഷിക്കണം എന്നതുകൊണ്ട് തന്നെ. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഭാരം അത് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത് അത് നിങ്ങളെ തേടി തന്നെ വന്നതുകൊണ്ടാണ്. തെറ്റായ ശീലങ്ങൾ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകളിലോ ഉണ്ടാകുന്ന മറ്റുള്ളവരുടെ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ശീലങ്ങൾ, അനീതികൾ, കള്ളത്തരങ്ങൾ, ആക്രമണങ്ങൾ, ഇതൊന്നും നിങ്ങൾക്ക് വെച്ചു പൊറപ്പിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങൾ പ്രതികരിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങൾ കർമ്മത്തിനെ ബ്രേക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. തെറ്റുകൾ ഇനിയും ആവർത്തിച്ചു കൂടാ എന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിജക്ഷൻ, ഒറ്റപ്പെടൽ, മറ്റുള്ളവരുടെ വൈരാഗ്യത്തിന്റെ പാത്രമാകാനൊക്കെയുള്ള സാധ്യത ഒരു തെറ്റ് ചെയ്യാതെ തന്നെ വന്നെത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തെറ്റായ ശീലങ്ങളും അനീതികളും കള്ളങ്ങളും അല്ലെങ്കിൽ മറ്റ് ആത്മാക്കളുടെ ധർമ്മത്തെ സംരക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്നും നിങ്ങൾക്ക് നോർമലായിട്ട് കാണുവാനായിട്ട് സാധിക്കില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുടുംബത്തിൽ എല്ലാവരും ചെയ്തു ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുന്നതിനെ നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല. എല്ലാവരും ചെയ്തു എന്നതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. ഈ തെറ്റുകൾ അത്രയും. ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ജീവിതം വളരെ ഡിലേഡ് ആൻഡ് ഡിസ്പ്യൂട്ടഡ് ആയിരിക്കും. പല സമയങ്ങളിലും നമുക്ക് കാണാം ജീവിതത്തിൽ ഏർലി സക്സസ് ഉണ്ടാകുന്ന വ്യക്തികൾ. പക്ഷെ ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ ലേറ്റ് ആയിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഒരു വസന്തകാലം എത്തിച്ചേരുക. അത് ചിലപ്പം അവരുടെ പ്രായത്തിൻ്റെ പകുതിയുടെ അടുത്ത് പോലും എത്തിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ ലേറ്റ് ആയിട്ട് വളരുന്നത് കൊണ്ട് തന്നെ, സ്ലോ ആയിട്ട് വളരുന്നത് കൊണ്ട് തന്നെ, യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് വളരെ ഈ ശനിദശ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഈ ശനി എന്ന് പറയുന്നത് നമ്മളെ തകർക്കുവാൻ വേണ്ടി വരുന്ന ഒരു സംഗതിയല്ല. അത് നമ്മളെ കരുപിടിപ്പിക്കാനായിട്ടും ശക്തിപ്പെടുത്താനായിട്ടും വരുന്ന ഒരു സംഗതിയാണ്. നമ്മുടെ ആത്മാവിന് സോൾ മച്യൂരിറ്റി നമുക്ക് ലഭിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ടെസ്റ്റിൽ നമ്മൾ പാസ്സാവുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന സക്സസ് എന്ന് പറയുന്നത് വെയിറ്റ് ഉള്ളതും സ്റ്റഡി ആയിട്ടുള്ളതും സ്റ്റേബിൾ ആയിട്ടുള്ളതും തകർക്കപ്പെടാത്തതുമായിരിക്കും. അന്തിമ നാളുകളിൽ സാറ്റിസ്ഫാക്ഷനോടുകൂടി ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് മരണത്തെ സ്വീകരിക്കാനായിട്ട് സാധിക്കും, പ്രപഞ്ചം അത് നിശ്ചയിക്കുന്ന സമയത്ത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരുടേതുപോലെ സ്മൂത്ത് ലൈഫ് നിങ്ങൾക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾ റീസെറ്റ് ചെയ്യാനായിട്ട് ജനിച്ചതായിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ പറയുകയാണ്, ഈ ഡിലേ, ഈ തടസ്സപ്പെടൽ, ഈ വൈകിക്കൽ എന്ന് പറയുന്നത് ശിക്ഷയല്ല. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് റീസെറ്റ് ഓർ റിപ്പയർ ആണ് എന്നുള്ളത്. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരായിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പെടൽ തന്നെ ആയിരിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ പല ഭാഗങ്ങളിലും മറ്റുള്ളവർ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ പോലും, കൂട്ടമായിട്ട് ആക്രമണത്തെ നേരിടേണ്ടി വരുന്ന സമയത്ത് പോലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പോരാടാനായിട്ട് ഇത്തരത്തിലുള്ള വ്യക്തികളെ പ്രപഞ്ചം തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത്, ഇവരുടെ ശക്തി പരീക്ഷിച്ചറിയുന്ന സമയത്ത്, ഇവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പ്രപഞ്ചം അവരുടെ മുന്നിലേക്ക് സമയാസമയങ്ങളിൽ കൊണ്ടുചെന്നെത്തിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞത് ഒരു നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് ഹാർഡ്, ഇത് ഹാർഡാണ്, പക്ഷേ ഇത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. അപ്പം നിങ്ങളിത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ കേട്ടതൊക്കെ ഒരു നെഗറ്റീവ് ടച്ചുള്ള കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടതിനെ സമയത്ത് നിങ്ങളുടെ മുന്നിലെത്തിക്കും, നിങ്ങൾ കർമ്മം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യുന്ന സമയത്ത്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒറ്റപ്പെടലുകൾ അത്രയും നിങ്ങൾക്ക് ലഭിക്കുന്ന ശിക്ഷയല്ല, അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള ട്രെയിനിങ് തന്നെയാണ്. കർമ്മ ബ്രേക്കേഴ്സിന്റെ ഒപ്പം ഒരിക്കലും ക്രൗഡ് ഉണ്ടായിരിക്കില്ല. ദേ ആർ അലോൺ, ഒറ്റയ്ക്ക് നടക്കുന്ന വ്യക്തികളായിരിക്കും. അവരുടെ കൂടെ ഒരു ടീം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് സ്ഥിരമായിട്ടുള്ളൊരു സംഘം അവരുടെ കൂടെ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവർക്ക് ഗൂഢാലോചനകൾ ഉണ്ടാകില്ല. അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ വരുന്ന സമയത്ത് അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ക്രൗഡ് കൂടുന്ന സമയത്ത് ക്ലാരിറ്റി കുറയും. ഇവർക്ക് ഇവരുടെ കർമ്മം ഇവരിൽ കൂടെ തന്നെ കറക്റ്റായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ
പ്രപഞ്ചത്തിനറിയാം ഇവർ ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് പോകണമെന്നുള്ളത്. അപ്പോൾ ഇവരുടെ കർമ്മമാണ്, ഇവരുടെ ആത്മാവിൻ്റെ സ്വരമനുസരിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചം ഇവരുടെ ആത്മാവിലൂടെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ഇവർ മുന്നോട്ട് പോകേണ്ടത്. എങ്കിൽ മാത്രമേ ഇവർക്ക് ഈ കർമ്മത്തിൻ്റെ കെട്ടഴിച്ച് മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആ ക്ലാരിറ്റി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പ്രപഞ്ചം അല്ലെങ്കിൽ നിങ്ങളുടെ സോൾസ് നിങ്ങളെ ചില സമയങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെടുത്തി ഇരുത്തിയിരിക്കുന്നത്. നിങ്ങളിൽ ഈ പറഞ്ഞ കർമ്മത്തിൻ്റെ കെട്ടുപാടുകൾ അവസാനിക്കാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്ത തലമുറ ഈ മുൻ കർമ്മത്തിന്റെ ഭാരം അനുഭവിക്കേണ്ടി വരികയില്ല. മറ്റൊരു തരത്തിൽ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സഹിച്ചത് നിങ്ങളുടെ മക്കൾ സഹിക്കേണ്ടി വരികയില്ല. ഹീലിംഗ് എന്ന് പറയുന്നത് ആദ്യം അത് നടക്കണമെങ്കിൽ നമ്മൾ തകർക്കപ്പെടണമെന്നുള്ളതാണ്. നിങ്ങൾ റിലീജിയസ് ടെക്സ്റ്റുകളിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും, ഏറ്റവും വീക്കായിട്ടുള്ള അവസ്ഥകളിലാണ് അല്ലെങ്കിൽ ഏറ്റവും ഇത്തരത്തിലുള്ള തകർന്ന അവസ്ഥകളിലാണ് സോൾസ് അല്ലെങ്കിൽ ക്രിയേറ്ററിന്റെ മഹത്വം കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത്. ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ആദ്യം മുറിവുണ്ടാകുമെന്നുള്ളതാണ്. അതിനൊരു പരീക്ഷണം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അത് എഴുത്തുകളുടെ നിറവേറപ്പെടലാണ് എന്നാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാനും സാധിക്കും. നിങ്ങളെ ശക്തനാക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ഈഗോ, ഇല്യൂഷൻ, ഫിയർ എല്ലാം തകർന്നു പോകുമെന്നുള്ളതാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഒരു പുണ്യാത്മാവായിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ അഹങ്കാരം വരുമെന്നുള്ളതാണ്. ആ അഹങ്കാരം ഇല്ലാതാക്കാൻ വേണ്ടി ആ പുണ്യാത്മാവിനേക്കാൾ ഭേദപ്പെട്ടവനായിരിക്കും ചിലപ്പോൾ ഒരു പാപം ചെയ്തിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തി. അത്രയും ഭീകരമായിട്ടുള്ള പതനങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അഹങ്കാരം, ഈഗോ, ഓവർ കോൺഫിഡൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഈ പറഞ്ഞ ഈഗോ, ഇല്യൂഷൻ ഓഫ് ഫിയർ ഇതെല്ലാം തകർക്കപ്പെടും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ മാറുന്ന സമയത്ത് കർമ്മവും മാറിപ്പോവുകയാണ്. പരമ്പരാഗതമായിട്ട് ആ ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ അവിടെ റിജക്റ്റ് ആയിട്ട് പോവുകയാണ്. കാരണം നിങ്ങൾ ഫിറ്റ് ആകാൻ വേണ്ടി വന്നവരല്ല, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നതായിട്ടുള്ള ജന്മമാണ്. നിങ്ങളുടെ ജീവിതം ടോട്ടലി ഒരു സാക്രിഫൈസ് അല്ലെങ്കിൽ ഒരു സഹനം, ഒരു വിട്ടുകൊടുക്കൽ പോലെ തോന്നാനുള്ള സാധ്യത വളരെ അധികമാണ്. പക്ഷേ അതിനു പിന്നിൽ തലമുറകളുടെ സ്വാതന്ത്ര്യം നിങ്ങൾ നേടിക്കൊടുക്കുകയാണ് എന്നുള്ളതാണ്. ഒരു തലമുറ കരഞ്ഞിട്ടുണ്ടെങ്കിൽ 7 തലമുറകൾ ചിരിക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് ചിലപ്പോൾ നിങ്ങളുടെ രക്തത്തിലുള്ള തലമുറകളായിരിക്കാം, അല്ലാത്ത തലമുറകളായിരിക്കാം. മഹാരഥന്മാരുടെ ലോകത്തിനു വേണ്ടി അവരവരുടെ ജീവിതവും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളും എനർജിയും ചെലവഴിച്ച ആളുകളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദേ ആർ ഓൾസോ കാർമിക് അല്ലെങ്കിൽ കർമ്മ ബ്രേക്കേഴ്സ് തന്നെയാണ് നിങ്ങളെ ഓരോരുത്തരെയും പോലെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ ആഴത്തിലുള്ള ജീവിതത്തിൻ്റെ സ്പർശിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നമസ്തേ.